ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് രാജൻ കേസിനെ കുറിച്ചാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് നടന്ന ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ കോടതി വ്യവഹാരവും മറ്റു സംഭവങ്ങളുമാണ് രാജൻ കേസ് എന്നറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥയുടെ ഭീകരതയുടെ പ്രതീകമായി രാജൻ കേസ് പലപ്പോഴും ഓർമ്മിക്കപ്പെടാറുണ്ട്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇന്നത്തെ NIT വിദ്യാർത്ഥിയായിരുന്ന രാജൻ വാര്യരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് കേസിനാധാരമായ സംഭവം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആദ്യമായി കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി ഈ സംഭവത്തിലായിരുന്നു. നക്സലുകളെ പിടിക്കുന്നതിനായി പ്രവർത്തിച്ചു വന്ന കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് രാജൻ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് പിന്നീട് സമ്മതിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ കേസിൽ കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതിന്റെ പേരിൽ കരുണാകരന് മന്ത്രിസഭ ഒഴിയേണ്ടി വന്നു. രാജൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതാണെന്ന് കോടതി കണ്ടെത്തിയെങ്കിലും കുറ്റക്കാർക്കെതിരെ തെളിവില്ലാതിരുന്നതിനാൽ ശിക്ഷ അപ്പീലിൽ ഒഴിവാക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാർക്കുള്ള അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് പൊതുവെ ഇന്ത്യയിൽ പോലീസ് രാജ് നടപ്പിലാക്കുകയുണ്ടായി. നക്സലുകളെ പിടികൂടുക എന്ന പ്രധാന ഉദ്ദേശത്തോടെ 2 പോലീസ് ക്യാമ്പുകൾ അക്കാലത്ത് കേരളത്തിൽ തുറന്നിരുന്നു. കക്കയം, ശാസ്തമംഗലം എന്നിവിടങ്ങളിലായിരുന്നു അവ. കക്കയം ക്യാമ്പിൽ മലബാർ സ്പെഷ്യൽ പോലീസിനെയായിരുന്നു പ്രധാനമായി നിയമിച്ചിരുന്നത്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ. ഗായകനും കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു രാജൻ. കായണ്ണ പോലീസ് സ്റ്റേഷനുണ്ടായ നക്സലേറ്റ് ആക്രമണത്തെ തുടർന്ന് അതിൽ പങ്കാളിയായ ഒരു രാജനെ തിരഞ്ഞു വന്ന പോലീസ് ഒരു കലാലയ മത്സരം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി. സംഘം ചേർന്നിരുന്ന വിദ്യാർത്ഥികളോട് ആരാണ് രാജൻ എന്ന് ചോദിക്കുകയും താനാണ് രാജനെന്ന് പറഞ്ഞതിനെ തുടർന്ന് രാജനെ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ കരുണാകരൻ സന്നിഹിതനായിരുന്ന ഒരു ചടങ്ങിൽ കരുണാകരനെ അവഹേളിക്കുന്ന ഒരു ഗാനം അവതരിപ്പിച്ചതിനാണ് രാജനെ അറസ്റ്റ് ചെയ്തതെന്നും പറയപ്പെടുന്നു. രാജസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് രാജൻ അന്ന് പാടിയതെന്നും പറയപ്പെടുന്നു. 1976 മാർച്ച് 1 പുലർച്ചെ 6:30 രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കക്കയം പോലീസ് ക്യാമ്പിലേക്കായിരുന്നു രാജനെ കൊണ്ടുപോയിരുന്നത്. DIG ജയറാം പടിക്കലായിരുന്നു ക്യാമ്പിന്റെ ചുമതല. രാജനെ ചോദ്യം ചെയ്തത് SI പുലിക്കോട് നാരായണൻ അടങ്ങുന്ന സംഘമായിരുന്നു. രാജനോടൊപ്പം കേരളത്തിലെ പ്രമുഖ ഓട്ടോമൊബൈൽ വ്യാപാര സ്ഥാപനമായിരുന്ന പോപ്പുലറിന്റെ പങ്കാളികളിൽ ഒരാളായ പോൾ ചാലിയുടെ മകൻ ജോസഫ് ചാലിയെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് കൊണ്ടുപോയ വിദ്യാർത്ഥികളെ കാണാൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന KM ബഹാബുദ്ദീനും അധ്യാപകനായിരുന്ന KK അബ്ദുൾ ഗഫാറും കക്കയം ക്യാമ്പിൽ പോയിരുന്നു. ജോസഫ് ചാലിയെ ക്യാമ്പിൽ കണ്ടെന്നും രാജനെ കണ്ടില്ലെന്നും രാജൻ ഓടിപ്പോയെന്നും ജയറാം പടിക്കൽ പറഞ്ഞിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചതിനെ തുടർന്ന് ജോസഫ് ചാലിയെ കുഴപ്പമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടുത്താനും ചാലിക്ക് കഴിഞ്ഞു. SI പുലിക്കോട് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമർദ്ദനത്തിനും ഉരുട്ടലിലുമാണ് രാജൻ കൊല്ലപ്പെട്ടതെന്ന് അക്കാലത്ത് ക്യാമ്പിൽ ഇതേ രീതി പിടിച്ചുകൊണ്ടുവന്ന മറ്റുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനത്തിനിരയായിരുന്നു രാജൻ. ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായിൽ തുണി കുത്തി തിരുവുകയും തല കീഴായി തൂക്കിയിട്ട് ക്രൂരമായ പോലീസ് പുറകൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. പുലിക്കോടിനോടൊപ്പം വേലായുധൻ, ജയരാജൻ, ലോറൻസ് എന്നീ പോലീസുകാരാണ് രാജനെ ഉരുട്ടിക്കൊണ്ടിരുന്നതെന്നും വീരാൻ എന്ന പോലീസാണ് വായിൽ തുണി തിരുമ്പിയതെന്നും സഹതടവുകാർ പറഞ്ഞിരുന്നു. മരിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ മൃതദേഹം ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വയർ കീറി പുഴയിലേക്ക് ഇട്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. അതല്ല, മൃതദേഹം കക്കയം ഡാമിനടുത്ത് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് കുഴിച്ചിട്ടെന്നും പിന്നീട് പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എറിഞ്ഞ് തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തെന്നും പറയുന്നുണ്ട്. രാജന്റെ മരണശേഷം പുലിക്കോടനെ ക്യാമ്പിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. രാജന്റെ പിതാവ് ഈച്ചര വാര്യർ അധ്യാപകൻ, എഴുത്തുകാരൻ, പൗരാവകാശ പ്രവർത്തകൻ, അങ്ങനെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട മകൻ രാജനെ തേടിയുള്ള അന്വേഷണത്തിലൂടെയും തുടർന്നുള്ള നിയമ പോരാട്ടത്തിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. രാജൻ മരിച്ച് 30 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം ഇത് എഴുതിയത്. രാധാ വാരസ്യാർ ആയിരുന്നു രാജന്റെ അമ്മ. രാജന് 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. രാജന്റെ വിയോഗശേഷം സമനില തെറ്റിയ രാജന്റെ മാതാവ് രാധാ വാരസ്യാർ 2000 മാർച്ച് 3 അന്തരിച്ചു. മകന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ അന്വേഷിക്കാൻ ഈച്ചര വാര്യർ കയറിയിറങ്ങാത്ത പടിവാതിലുകളില്ലായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈച്ചര വാര്യർ തടങ്കലിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഹേബിയസ് കോർപ്പസ് ഹർജി 1977 മാർച്ച് 25 ഫയൽ ചെയ്തു. കോഴിക്കോട് പോലീസ് സൂപ്രണ്ടായിരുന്ന ലക്ഷ്മണ, DIG ജയറാം പടിക്കൽ, ആഭ്യന്തരമന്ത്രി കരുണാകരൻ, SI പുലിക്കോട് നാരായണൻ തുടങ്ങിയവരൊക്കെ കേസിന്റെ ഭാഗമായി. അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന KM ബഹാബുദ്ദീന്റെ സുസ്ഥിരമായ നിലപാടുകൾ കോടതിയെ സ്വാധീനിക്കുകയും രാജന്റെ കൊലപാതകം തെളിയാൻ കാരണമാവുകയും ചെയ്തു.
കോടതി തെളിവില്ല എന്ന പേരിൽ പ്രതികളെ വെറുതെ വിട്ടുവെങ്കിലും രാജന്റെ മാതാപിതാക്കളുടെ ശാപമാവാം കേസിൽ അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കാലം അവരെ ആരെയും വെറുതെ വിട്ടില്ല എന്നും പ്രതികളിൽ ഓരോരുത്തരായി തലമുറകളായി യാതനകൾ അനുഭവിക്കുന്നതായും പറയപ്പെടുന്നു. രാജൻ കേസുമായി ബന്ധപ്പെട്ട സിനിമയാണ് 1988 ഷാജിയൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത പിറവി. ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള ദേശീയ പുരസ്കാരം നേടിയ ചിത്രമായിരുന്നു പിറവി. പ്രേംജി എന്ന നടനായിരുന്നു ഈശ്വര വാര്യരുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഈശ്വര വാര്യർ എഴുതിയ ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഗ്രന്ഥം കേരള സാഹിത്യ അക്കാദമിയുടെ ജീവചരിത്ര ആത്മകഥ കഥാവിഭാഗത്തിലെ കൃതികൾക്കായുള്ള 2004 പുരസ്കാരം ലഭിച്ച കൃതിയാണ്. തന്റെ അവസാന ശ്വാസം വരെ മകന്റെ ഓർമ്മകൾ നീറി കഴിയേണ്ടി വന്ന ഒരച്ഛൻ ഈശ്വര വാര്യർ. ആ അച്ഛൻ അദ്ദേഹം അവസാനമായി മകന്റെ മൃതശരീരം പോലും കാണാൻ കഴിയാത്ത വേദനയിൽ നീർപുകഞ്ഞ് 2006 തന്റെ 85-ാം വയസ്സിൽ തൃശൂരിൽ അന്തരിച്ചു. രാജനെയും പിതാവ് ഈശ്വര വാര്യരെയും മകന്റെ വിയോഗത്തോടെ മനോനില തെറ്റിയ ആ അമ്മയെയും എല്ലാം വേദനയോടെ മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ.